കോങ്ങാട് മണ്ഡലത്തിൻ്റെ MLA-യും LDF സ്ഥാനാർത്ഥിയുമായ കെ ശാന്തകുമാരിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് ആയിരുന്നു നിങ്ങളുടെ എതിരാളിയായി ഉണ്ടായിരുന്നത്. ഇത്തവണ കൈപ്പത്തിയിൽ കെ തുളസി ടീച്ചർ വരുമ്പോൾ കുറച്ചുകൂടി വാശിയേറിയ പോരാട്ടമാണോ? ഞാൻ പറയട്ടെ, എതിരാളികൾ ആരും ആയിക്കൊള്ളട്ടെ. കാരണം കോങ്ങാട് നിയോജക മണ്ഡലം എക്കാലം ഇടതുപക്ഷത്തിൻ്റെ ഒരു കരുത്തുറ്റ മണ്ഡലമാണ്. അപ്പോൾ എതിരാളികൾ രാഷ്ട്രീയമായിട്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാവും. എന്നാൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു ചൂട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ എതിരാളികൾക്കപ്പുറത്ത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പൊതുവായ വികസനം ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ചയായ 10 വർഷം ഭരിച്ചപ്പോഴും അതിന് മുൻപ് KB വിജയദാസുള്ള സമയത്തും ഒക്കെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വികസനത്തിൻ്റെ തുടർച്ചയാണ് പുതുതായി രൂപീകരിച്ച് ഈ മണ്ഡലത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു വിഷയമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും വികസനം തന്നെയാണ്. കാരണം ഇതൊരു പ്രകടമായിട്ടുള്ള വികസനം ഈ 10 വർഷത്തിനകം ഈ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നിൽക്കുന്ന കോങ്ങാടാണ്. കോങ്ങാട് മുണ്ടൂർ തൂത റോഡിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, 360 കോടി രൂപയാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മണ്ഡലത്തിലൂടെ 15 കിലോമീറ്റർ പോവുകയാണ്. കോങ്ങാട് സെൻട്രൽ തന്നെ, ഈ മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗമാണ് കോങ്ങാട്. സെൻട്രലാണ് ഗവൺമെൻറ് GUP സ്കൂൾ. അതായത് UP സ്കൂളിലെ 3,90,00,000 പുതിയ കെട്ടിടം നമ്മളിവിടെ പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാക്കി. കൊട്ടശ്ശേരിയിൽ നിന്ന് നേരെ മണ്ണാർക്കാട്ടിലേക്ക് പോകുന്ന കൊട്ടശ്ശേരി മണ്ണാർക്കാട് റോഡ് 66 കോടി രൂപ പൂർത്തീകരിച്ചു. ചരക്കപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് 37 കോടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാഞ്ഞിരപ്പുഴ ഉദ്യാനം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുകയാണ്. അതായത് ഇറിഗേഷൻ ടൂറിസം പോളിസിയുടെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഒരു ഇറിഗേഷൻ സെൻറ്റർ തിരഞ്ഞെടുക്കപ്പെട്ടത് കാഞ്ഞിരപ്പുഴ ഉദ്യാനമാണ്. 161 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ഇങ്ങനെ തുടങ്ങി മീൻവല്ലം തുപ്പനാട് മീൻവല്ലം റോഡ് 4 കോടി രൂപ പൂർത്തീകരിച്ചു. വാക്കോട് തുടിക്കോട് റോഡ് 3 കോടി പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മുടെ മണ്ഡലത്തിലെ കരിമ്പ പ്രദേശത്തുള്ള ഒലിപ്പാറ പാലം 7 കോടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എഴുത്തോമ്പാറ പാലം കാരാകുഷി 12 കോടി അതിൻ്റെ സർവേ നടപടികൾ എല്ലാം അംഗീകാരം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പഞ്ചായത്തിൽ തന്നെ 2 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന കേരളശ്ശേരി ബന്ധിപ്പിക്കുന്ന നൊമ്പരത്തിപ്പാലം 6.5 കോടി അതിൻ്റെ ഡിസൈൻ അപ്രൂവലായി ഫണ്ടെല്ലാം നേരത്തെ തന്നെ പാസ്സാക്കി. കോങ്ങാട് ഈ പ്രദേശത്ത് തന്നെ 6 കോടി രൂപയുടെ സ്റ്റേഡിയം മണ്ഡലത്തിലെ കേന്ദ്രമായി നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി വികസനം. പറളി പഞ്ചായത്തിൽ 7.5 കോടി രൂപ ചെലവഴിച്ച് സിന്തറ്റിക് ട്രാക്ക്, സ്വിമ്മിംഗ് പൂൾ, ഇതൊക്കെ ഒരു എയ്ഡഡ് സ്കൂൾ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഈ മണ്ഡലത്തിലാണ്. അപ്പോൾ അതിൻ്റെ തന്നെ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ വികസനം ജനങ്ങളുടെ മുമ്പിൽ വലിയ രൂപത്തിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് വർക്ക് സ്കോളർഷിപ്പും ഒക്കെ നമ്മുടെ ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ സാധാരണ ഇല്ലാത്ത ഒരു മുന്നേറ്റം ചില പഞ്ചായത്തുകളിൽ, ഇപ്പോൾ കരിമ്പ, കാഞ്ഞിരപ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളൊക്കെ UDF-ൻ്റെ ഒപ്പം നിൽക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 7000-ഓളം വോട്ടിൻ്റെ ലീഡ് UDF-നുണ്ട്. ഇതൊക്കെ ഒരു തിരിച്ചടിയാകുമോ? യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്കൽ സെനോറി ഡിഫറൻ്റാണ്. വേറൊരു ഡിഫറെൻറ്റ് ആംഗിളിലാണ് വരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ഓറിയൻറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾ പറഞ്ഞ ഈ 4 പഞ്ചായത്തിലും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. ചില തരത്തിലുള്ള ചില സമവാക്യങ്ങളൊക്കെ പിന്നീട് വന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളാണ്. പൊതുവേ ഈ മണ്ഡലത്തിൽ കാണുന്നത് ഒരു ഇടതുപക്ഷത്തിൻ്റെ കരുത്തുള്ള മണ്ഡലമായിട്ടാണ്. ഈ PK ശശി UDF-നൊപ്പം പോയത്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പല ആളുകളും ഈ കാരാകുർശി, തച്ചമ്പാറ, കാഞ്ഞിരപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഒരിക്കലും ബാധിക്കില്ല. ഇല്ല. ഈ 3 വനിതകളാണ്. അതിപ്പോൾ LDF-നും UDF-നും BJP-ക്കും ഒക്കെ വനിതകളാണ്. ഈ വനിതകൾ തമ്മിലുള്ള ഒരു പോരാട്ടം എങ്ങനെയാണെന്ന്? യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ എതിരാളികൾ. കാരണം ഇതൊരു നിർണായകമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ സ്ത്രീകളെക്ക് അവസരം കൊടുത്തു എന്നുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സ്ത്രീകൾ ഈ സമൂഹത്തിന് മുന്നിലേക്ക് കടന്നു വരണം എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എനിക്ക് തോന്നുന്നു അപൂർവം മാത്രമായിട്ടായിരിക്കും ഇങ്ങനെ 3 വനിതകൾ ഒരുമിച്ച് നിൽക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ കമ്പോസിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. എന്തായാലും വാശിയേറിയ പോരാട്ടമാണ് കോങ്ങാട് മണ്ഡലത്തിൽ നടക്കുന്നത്. കെ ശാന്തകുമാരി സ്വന്തം വികസനം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.